ഇന്നത്തെ മോഡേൺ സയൻസും ആത്മീയതയും കണക്ട് ചെയ്യണമെങ്കിൽ സയൻസ് പഠിക്കാൻ ഏറ്റവും നല്ലത്, ഇപ്പം നമുക്കൊക്കെ സയൻസ് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല ലാബ് എന്ന് പറയുന്നത്, ലബോറട്ടറി എന്ന് പറയുന്നത് സ്വന്തം ശരീരം തന്നെയാണ്. കാരണം ചലനമാണ് പ്രപഞ്ചമെങ്കിൽ, ഈ വികാസം ചലനത്തിലൂടെയാണ് ഉണ്ടായതെങ്കിൽ നിങ്ങളും ചലനമാണ്, നിങ്ങളും ചലനമാണ്. അപ്പൊ എവിടെ നിന്നാണ് നമ്മുടെ ചലനം ആരംഭിക്കുന്നത്? എവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ ചലനത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ തുടങ്ങുന്നത്? മറ്റ് സകല ചലനങ്ങളും നിങ്ങൾക്ക് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ നിങ്ങൾക്ക് ബോധ മനസ്സ് വേണം. ഏതു ശാസ്ത്രജ്ഞനും ഈ പ്രപഞ്ചം ചലിക്കുന്നു എന്ന് പറയണമെങ്കിൽ, ഇലക്ട്രോണുകൾ ചലിക്കുന്നു എന്ന് പറയണമെങ്കിൽ, ന്യൂട്രോണും പ്രോട്ടോണും ചലിക്കുന്നു എന്ന് പറയണമെങ്കിൽ, ഇതെല്ലാം ഹൈഡ്രജനായി തീർന്നു എന്ന് പറയണമെങ്കിൽ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമായി തീർന്നു എന്ന് പറയണമെങ്കിൽ, ഇതെല്ലാം ദ്രവീകരിച്ച് പല കെമിക്കലുള്ള ഭൂമിയായി തീർന്നു എന്നൊക്കെ പറയണമെങ്കിൽ, ഇതെല്ലാം അറിയാൻ പറ്റുന്നൊരു ബോധം വേണം. അപ്പം ചലനത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? ഇതാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഇലക്ട്രോണുകളെപ്പോലും കണ്ടുപിടിക്കാൻ, ഇലക്ട്രോണുകൾക്ക് പോലും സ്ഥായിയായൊരവസ്ഥ കൊടുക്കുന്ന ചാർജുകളാകുന്ന കോർക്കുകൾക്ക്, അതിനെയും സ്പ്ലിറ്റ് ചെയ്ത് കോർക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ശാസ്ത്രജ്ഞന്മാരെത്തുമ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ബോധ മനസ്സുണ്ടല്ലോ. ഈ ബോധ മനസ്സെന്ന് പറയുന്ന സാധനമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ചലനത്തെക്കുറിച്ചോ പറയൂ, ബോധം എന്നൊരു സാധനം വികസിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്ത് കാര്യം? വെറും കല്ലും മണ്ണും മാത്രമുള്ളിടത്ത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വല്ല പഠനങ്ങളും ഉണ്ടോ? പറയൂ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള പഠനം എപ്പോഴാണ് വരുന്നത്? ബോധമനസ്സ് വരുമ്പോഴാണ്. എന്നാൽ ശാസ്ത്രജ്ഞന്മാര് ആ ബോധ മനസ്സിനെക്കുറിച്ചോ ബോധത്തെക്കുറിച്ചോ വേണ്ടത്ര പഠിച്ചില്ല. കാരണം അവർ തെറ്റിദ്ധരിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോധ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ ഈ ബ്രെയിനിൻ്റെ ഒരു ഭാഗം എന്നൊക്കെയാണ് അവർ പഠിച്ചത്. അവർ പാവം തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നാൽ ഈ പാവങ്ങൾ അറിഞ്ഞില്ലേ, ഈ ബോധ മനസ്സൊരിക്കലും എന്താ പറയുക, ബ്രെയിനിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ തെറ്റുപറ്റും. കാരണം ഈ ബ്രെയിൻ എന്ന് പറയുന്നത് കെമിക്കലൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മാംസ കഷ്ണമാണ്. മാംസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ അസ്ഥിയും മാംസം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളവും ഈ കഴിച്ച ആഹാരം ദ്രവരൂപത്തിലായി അത് പല കെമിക്കലും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിലെ മാംസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിച്ചു കഴിഞ്ഞാൽ, ഉരുക്കി കഴിഞ്ഞാൽ എന്തായി മാറും? ഈ ബ്രെയിനൊക്കെ നല്ലവണ്ണം ചൂടാക്കി കഴിഞ്ഞാൽ ഉരുകിയത് വെള്ളമായി തീരുമെങ്കിൽ അത് വെറും കെമിക്കലും കുറച്ച് വെള്ളവും മാത്രമേ ഉള്ളൂ. അപ്പം ഈ സാധനത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റുപറ്റും. കാരണം മനസ്സെന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വ്യാപ്തി ഉണ്ടല്ലോ, അതൊരു കൊച്ചു ബ്രെയിനിൻ്റെ അകത്ത് ഒരിക്കലും ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പം നോക്കൂ, നിങ്ങൾ ശരീരത്തിലൊരു എൻസൈം ഉണ്ടാക്കുന്നുവെങ്കിൽ, ഒരു കെമിക്കലി ഇപ്പം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ഉണ്ടാക്കുന്ന അത് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പം വൈറൽ ഉണ്ടാക്കുന്ന കെമിക്കൽ അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. അപ്പം ഇതുപോലൊരു കെമിക്കൽ പ്രോസസ്സിലാണ് മനസ്സുണ്ടാവുന്നെങ്കിൽ അത് ബ്രെയിനിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കണം. എന്നാൽ നമ്മുടെ മനസ്സിന് എത്രയോ വ്യാപിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ശരീരത്തിലുടനീളം നിങ്ങളുടെ മനസ്സ് വ്യാപിച്ചിരിക്കുകയാണ്. കാലിലൊരു വേദന വന്നാൽ അവിടേക്ക് മനസ്സ് പോകുന്നുണ്ട്, ഉണ്ടോ? പറയൂ. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ എന്താ പറയുക എൻസൈംസും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തണമെന്നില്ല. ഇപ്പം വൈറൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊമിനൻ്റ്ലി വൈറൽ തന്നെ ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള പല ഹോർമോൺസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് ഉണ്ടാവണമെന്നില്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണമെന്നില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയല്ല. അത് എല്ലാ ഭാഗത്തേക്ക് എത്തേണ്ടെന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ പുറത്തേക്ക് പോലും ആർക്ക് പോകാൻ പറ്റും? മനസ്സ് പുറത്തേക്ക് പോകണ്ടോ?
അല്ലെങ്കിൽ ഇപ്പം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? നിങ്ങൾ റോട്ടിലൂടെ നടക്കണമെന്ന് വിചാരിക്കുക, ടൗണിൽ കൂടെ. ആ ടൗണിൽ കൂടെ നടക്കുന്ന സമയത്ത് കണ്ണാടി എന്താ ഗ്ലാസ് കൊണ്ട് മറച്ച കടയിൽ അതിൻ്റെ പുറത്തുകൂടെ നടക്കുന്ന സമയത്ത് ആരാണ് അവിടുത്തെ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് മനസ്സിലും ശ്രദ്ധിക്കാൻ പറ്റുമോ? ആ കണ്ണാടിയുടെ ഉള്ളിലൂടെ ഹോട്ടലിൻ്റെ അകത്ത് കയറി അവർ കഴിക്കുന്നത് വരെ ആർക്ക് കാണാൻ പറ്റുന്നുണ്ട്? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? മനസ്സിന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണോ നിങ്ങളുടെ മനസ്സ്? ആരൊക്കെ വന്നു, എന്തൊക്കെ ഉടുത്തു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്ന് ചുരുക്കി പറഞ്ഞാൽ മനസ്സ് നമ്മുടെ കൂടിയല്ല, മനസ്സ് എവിടേക്കാണ്. ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഉച്ച സമയത്ത് അവിടെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. എന്ത്? ആ ഊണിന് വേണ്ടിയിട്ട് ആ ഹാളിൻ്റെ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലോ, ആളുകളോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് എവിടെയാണെന്ന്. ഒരുത്തൻ്റെ മനസ്സ് അവൻ്റെ ബ്രെയിനിലുണ്ടാവില്ല. എല്ലാവരുടെയും മനസ്സപ്പോഴേക്കും എങ്ങനെയാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവണമെന്നുള്ള ഇടിക്കാനുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ രീതിയിൽ ചിലരാണെങ്കിൽ കൈ എങ്ങനെ കഴുകണമെന്ന് പോലും ചിന്തിച്ചു കഴിഞ്ഞു. വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്കുവെള്ളം അടിയിലേക്ക് ഒഴിച്ച് ചിലര് അതിലും കള്ളത്തരം കാണിക്കും. എന്ത്? ഇലയാണെങ്കിൽ രണ്ടുണ്ട് കാര്യം. എന്താ രണ്ട് കാര്യം? ഇല കഴുകലും ആവും, കൈ കഴുകലൊക്കെ ഒരുമിച്ചാവും. ഈ രീതിയിലൊക്കെ പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക മനുഷ്യൻ. അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് മനുഷ്യൻ്റെ മനസ്സെങ്കിൽ അതൊരു ബ്രെയിനിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. അതാണ് ഇവർക്കൊക്കെ പറ്റിയ തെറ്റ്. ബ്രെയിനിനെ കുറിച്ച് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സെന്ന ബോധമെന്ന മനസ്സ് അത് ബ്രെയിനിനും അതീതമാണ്, അപ്പുറത്താണ്. ഇപ്പം ഭാരതീയ ഋഷിവര്യന്മാർ അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മനുഷ്യനും മനുഷ്യൻ്റെ ഉള്ളിലും ചലനം തന്നെയാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ശരീരം ചലിക്കുന്നു, ഇതിൻ്റെ അകത്തുള്ള ശ്വാസം കോശങ്ങൾ അല്ലെങ്കിൽ ശ്വാസനിശ്വാസങ്ങൾ, ശ്വാസകോശമല്ല ശ്വാസനിശ്വാസങ്ങൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രാണൻ ചലിക്കുന്നു, അവയവങ്ങൾ ചലിക്കുന്നു എന്ന് മാത്രമല്ല ചിന്തകളും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളും ഈ പ്രപഞ്ചവും ഒക്കെ ചലനം തന്നെയാണ്. അല്ലാതെ ഭൂമി ചലിക്കുന്നു, സൂര്യൻ അതിൻ്റെ കേന്ദ്രത്തിൽ ചലിക്കുന്നു, ഓരോ ഇലക്ട്രോണുകൾ ചലിക്കുന്നു എന്ന് മാത്രം പഠിച്ചാൽ മാത്രം പോരാ, നമ്മളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം ഈ ചലനങ്ങളൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം ഇനി കണ്ടെത്താൻ ബാക്കിയായിട്ടുള്ളത്. ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തെ ഫിസിക്സിൻ്റെ ഒരു വളർച്ച ഹിന്ദുമതത്തിന് വളരെ അനുകൂലമാണ്. കാരണം ഹിന്ദുമതത്തെ സംബന്ധിച്ച് ആകാശത്തിനപ്പുറത്തിരിക്കുന്ന ഒരു ദൈവമല്ല ഇത് സൃഷ്ടിച്ചതെന്ന് ഋഷിവര്യന്മാർക്ക് പണ്ട് തന്നെ അറിയാമായിരുന്നു. നാരായണ ഗുരുദേവൻ്റെ ദൈവദശകം എന്ന കൃതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഒക്കെ നീയല്ലോ എന്നാണ്. അപ്പം നീയും ഈ സൃഷ്ടിയും വേറെയാണെന്നല്ല നമ്മളെ ഭാരതീയർ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർക്ക് ഏറെ അവർക്ക് അന്നത്തെ ക്രിസ്തു മതത്തോട് വെല്ലുവിളിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ അന്നത്തെ പോപ്പുമാർ വധിക്കുകയുണ്ടായി. ഗലീലിയൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടവരാണ്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് എഴുതി വെക്കേണ്ടി വന്നു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണെന്ന്. കാരണം അവരുടെ ബൈബിളിൽ എഴുതി വെച്ചത് ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളായിരുന്നു. അന്ന് ബൈബിളിന് എതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലുന്നൊരു കാലമുണ്ടായി. അതിൽ നിന്നൊക്കെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് കുറേ ശാസ്ത്രജ്ഞന്മാർ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, സ്റ്റീഫൻ ഹോക്കിങ്സ് അടുത്ത കാലത്ത് മരിച്ചൊരു ശാസ്ത്രജ്ഞനാണ്, ശരീരം മുഴുവൻ തളർന്ന്. അദ്ദേഹം ദൈവത്തെ പൂർണ്ണമായി നിഷേധിക്കേണ്ടായി. കാരണം അവരുടെ ബൈബിളിൽ എഴുതി വെച്ച ദൈവം സ്വർഗത്തിലിരിക്കുന്ന പിതാവാണ്,
ആ പിതാവ് സൃഷ്ടിച്ചതാണ് എന്നതൊന്നും ഒരു ശാസ്ത്രജ്ഞന്റെ ശാസ്ത്രീയ ബോധത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ഇന്ന് അവരെത്തി നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു കാര്യം ഇപ്പോഴും വ്യക്തമാവാതിരിക്കുന്നത്, അവരെത്തിയിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനം എന്നത് അവർ നോക്കുമ്പോൾ ഒരു മഹാശൂന്യതയിലാണത് ചലിക്കുന്നത്. എന്തിലാണ്? നിരീക്ഷിക്കും തോറും അത് കാണാം, അടുത്ത നിരീക്ഷണത്തിൽ അത് അപ്രത്യക്ഷമാകുന്നു. ഇത് എവിടെയാണ് പ്രത്യക്ഷമാകുന്നത്? ഓരോ ഇലക്ട്രോൺ അണുക്കളെ നോക്കുമ്പോഴും അവരുടെ മൈക്രോസ്കോപ്പിൽ അത് കാണുന്നു, പിന്നീടത് മറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒരു മിറാക്കിളായിട്ട് അതിങ്ങനെ ഒരു വ്യക്തത തരാതെ അവർക്ക് പിടുത്തം കൊടുക്കുന്നില്ല. എന്നാൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ അങ്ങനെ അത് അപ്പിയർ ചെയ്ത് ഡിസപ്പിയർ ചെയ്ത് അതിങ്ങനെ പ്രകടമായി അപ്രകടമാകുമ്പോൾ ഒരു മഹാശൂന്യതയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അവരെത്തിയിരിക്കുന്ന ഒരു തിയറി ഇതാണ്. അവർ പറയുന്നത് ഒരു വലിയൊരു വാക്യൂം ഇവിടെ ഉണ്ട്, ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യതയിൽ ാണ് ഈ ഊർജ തരംഗങ്ങൾ പ്രകടമാവുന്നതും. ഇത് പല ഇതിനോടും ചേർന്ന് പല മോളിക്യൂളുകളായി, എന്ന് വെച്ചാൽ പല പദാർത്ഥങ്ങളായി, ഗ്യാസായി, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഗ്യാസായി, പിന്നീടത് ഹീലിയമായി, ചൂടായി, പിന്നീടത് വെള്ളമായി, പിന്നീടത് ദ്രവമായി, എന്ന് വെച്ചാൽ ഖരവസ്തുക്കളായി, ഇങ്ങനെ പരിണാമങ്ങൾ സംഭവിച്ച് വീണ്ടും അതെല്ലാം പഴയ അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ ഇതൊരു മഹാശൂന്യതയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ആകാശം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ നിങ്ങൾ വിചാരിക്കുക ആകാശത്തിലാണ് സംഭവിക്കുക. ആകാശം എന്ന് പറയുന്നത് പോലും ഊർജ തരംഗമാണ്. വളരെ ഹൈ സ്പീഡിലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ തന്മാത്രകളാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അപ്പുറത്തൊരു, അതായത് ഇതെല്ലാം നടക്കുന്ന ഒരു മഹാശൂന്യതയെക്കുറിച്ച് ഇപ്പോഴും സയൻസിന് വേണ്ടത്ര ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. അവിടെ കൊണ്ട് എത്തിയിരിക്കുകയാണ്, ഫിസിക്സ് അവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സയൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തിയറിയാണ്, നമുക്കൊരു യൂണിഫൈഡ് തിയറി വേണം, എല്ലാം കൂടെ വ്യാഖ്യാനിക്കാൻ ഒരു തിയറി വേണം എന്നൊക്കെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ളവർ പറഞ്ഞ്, ഹൈസൻബർഗ് എന്നൊക്കെ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ എത്തി നിൽക്കുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് അൺസെർട്ടനിറ്റി. വ്യക്തതയില്ല. ഞങ്ങൾക്കിപ്പോഴും ഒരു വ്യക്തതയായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് ഊർജമെന്നും അതെവിടെ നിന്നാണ് ഉറവിടമെടുക്കുന്നതെന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. വളരെ ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. അതെന്താണത്? ഇതെല്ലാം നിരീക്ഷിക്കണമെങ്കിൽ, ഇപ്പം ഒരു ശൂന്യതയെ നിരീക്ഷിക്കണമെങ്കിൽ, ചലനത്തെ നിരീക്ഷിക്കണമെങ്കിൽ ഒരു നിരീക്ഷകൻ വേണം. ആര് വേണം? നിരീക്ഷകൻ. ഈ നിരീക്ഷകൻ എന്ന് പറയുന്നത്, നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഊർജം ഏതായിരിക്കണം? ഏതൊരു ശക്തിയായിരിക്കണം നിരീക്ഷിക്കാൻ വേണ്ടത്? മനസ്സിലായില്ല. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്നു, അത് ശൂന്യതയിൽ നിന്നുണ്ടാകുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അതിനെ നിരീക്ഷിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആരാണത് നിരീക്ഷിക്കുന്നത്? അപ്പം നമുക്ക് പറയേണ്ടി വരും, ഞാനാണ് നിരീക്ഷിക്കുന്നത് ഓരോരുത്തരും. ഈ ഞാനെന്ന് പറയുമ്പോൾ എവിടേക്കാണ് എത്തുന്നത്? നിരീക്ഷിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഇത് ചലിക്കുന്നു എന്നെനിക്ക് അറിവുണ്ട്, ഞാനിതിനെ നിരീക്ഷിക്കുന്നു എന്ന അറിവുണ്ട്. അപ്പം ഈ അറിവ് എന്താണ്? എവിടെ എത്തുന്നത്? ബോധത്തിലാണ്. എവിടെയാണ്? ബോധത്തിലാണ്. ബോധം ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്നു. അപ്പം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പോലും ഒരു ഉത്തരം കിട്ടാത്തൊരു ശബ്ദമാണ് ബോധം. ബോധം എന്ന വാക്ക് എന്താണ്? ഈ ബോധം എന്നാൽ നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്ന ബോധം എന്നത്, മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചിന്തയാണ് ബോധം എന്നാണ്. എന്താണ്? ഈവൻ മെഡിക്കൽ സയൻസ് പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചിന്തകളാണ് ബോധം. അതുകൊണ്ടാണ് ചിന്തകൾ ഉണരുമ്പോൾ നമ്മൾ പറയും ആൾക്ക് ബോധം വന്നു. ചിന്തകൾ കെട്ടടങ്ങിയാൽ നമ്മൾ പറയും
ബോധം പോയി. ഉറങ്ങുന്ന ആളെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? ആള് ബോധമില്ലാതെ കിടക്കണ്ടെന്നാണ്. അങ്ങനെയല്ലേ പറയുക? ഉണർന്നിരിക്കുന്ന ആളോട് എന്താ ചോദിക്കുക? ബോധമുണ്ടോ എന്നാണ്. എന്നുവെച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിന് മറ്റൊരു ചോദ്യം ഇതാണ്, ബോധത്തിലാണോ കേൾക്കുന്നത്? അപ്പം ഈ ബോധം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശ്രദ്ധയായിട്ടോ മനസ്സിൻ്റെ ചിന്തയൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒന്നുകൂടി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നുകൂടി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകളെ പോലും മനുഷ്യർക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? അവനവൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ബോധമാണോ ചിന്ത? കാരണം നിരീക്ഷിക്കാൻ എന്ത് വേണം? ബോധം വേണം. നിരീക്ഷിക്കപ്പെടുന്ന വികാരം അത് ചിന്തയാണ്. അപ്പം ഈ ബോധം എന്ന് പറയുന്നത് ചിന്തയ്ക്കും അപ്പുറത്തായത് കൊണ്ടല്ലേ നമുക്ക് ഒരു സാക്ഷിയായി ഇതിനെയെല്ലാം നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? ആണോ അല്ലയോ? നിരീക്ഷകൻ നിരീക്ഷിക്കുന്ന വസ്തുവിൽ നിന്നും വേറെയാണെങ്കിലല്ലേ നിരീക്ഷിക്കാൻ പറ്റുക? നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നതും ഒന്നാണെങ്കിൽ പിന്നെ നിരീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളോട് പറയാം, നിങ്ങളെ നിരീക്ഷിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരീക്ഷിച്ചു. എന്താ നിരീക്ഷിച്ച്? എൻ്റെ ശരീരം. നിങ്ങൾക്ക് ശരീരം എന്ന് പറയണമെങ്കിൽ അപ്പം നോക്കൂ, നിങ്ങളതിനെ നിരീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെയല്ല നിരീക്ഷിച്ചത്. മനസ്സിലായില്ല? ഞാൻ എൻ്റെ ശരീരത്തെയാണ് നിരീക്ഷിച്ചത്. നിങ്ങളെ നിരീക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അർത്ഥം? അപ്പം നിങ്ങളെയല്ല നിരീക്ഷിച്ചത്. നിങ്ങൾ നിരീക്ഷിച്ചത് ശരീരത്തെയാണ്. ഇനി നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിച്ചു, അപ്പോഴും നിങ്ങളെയല്ല നിരീക്ഷിച്ചത്. ഏതിനെയാണ്? ശ്വാസത്തെയാണ്. ഇനി നിങ്ങൾ പറയണോ, ഓ ഞാൻ എന്നെ നിരീക്ഷിക്കുകയാണെന്ന്. എന്താ നിരീക്ഷിച്ചത്? എൻ്റെ ചിന്തകൾ ശരിയല്ല, എൻ്റെ ചിന്തകൾക്ക് അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്, ഞാൻ എന്നെ നിരീക്ഷിച്ചു. ഈ സന്തോഷം എന്നതൊരു ചിന്തയാണ്. അപ്പോഴും നിങ്ങളെയല്ല നിരീക്ഷിച്ചത്. കാരണം ഈ ചിന്തയല്ല നിങ്ങൾ, ഇന്നത്തെ ഈ നിമിഷത്തുള്ള ചിന്തയല്ല അടുത്ത നിമിഷം. അപ്പം ഇതിൽ ഏത് ചിന്തയാണ് നിങ്ങൾ പറയുന്നു ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കണു, 2 എണ്ണം മുഖത്ത് തന്നാലോ? അല്ലെങ്കിൽ 2 വാക്ക് നെഞ്ചു കൊള്ളുന്ന രീതിയിൽ പറഞ്ഞാലോ? സന്തോഷം പോയില്ലേ? പറയൂ. നിങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി നടക്കുന്ന സമയത്ത് ചെരുപ്പിൻ്റെ വാറൊടിഞ്ഞു പോയാലോ? സന്തോഷം അതാ കിടക്കണം. അപ്പം ഈ സന്തോഷം എന്ന് പറയുന്നതും എപ്പോഴുമുള്ള അവസ്ഥയല്ല, അതും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? അതിനെയും നിരീക്ഷിക്കാൻ പറ്റുമോ? അപ്പം ഈ നിരീക്ഷിക്കുന്നവൻ ആരാപ്പോ? ഒരു വാക്ക് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. നിരീക്ഷകന് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ബോധമായതുകൊണ്ടാണ്, അല്ലേ? ബോധം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബോധമായതുകൊണ്ടാണ്, ബോധത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നെങ്കിൽ നാം യഥാർത്ഥത്തിൽ ആരാണ്? ബോധമാണ്. നിങ്ങൾ ബോധത്തെ ഒന്ന് നിരീക്ഷിക്കൂ. നിങ്ങൾക്കൊരെത്തും പിടിയും കിട്ടില്ല. കാരണം ബോധത്തിന് നിരീക്ഷിക്കാൻ എങ്ങനെ സാധിക്കും? കാരണം ബോധം എപ്പോഴും, കാരണം നിങ്ങൾക്ക് ബോധത്തെ നിരീക്ഷിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോഴും ബോധം വേണം. അപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചിട്ടില്ല. മനസ്സിലായില്ല? ബോധത്തെ നിരീക്ഷിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ബോധത്തെ നിരീക്ഷിക്കണം. ആര് നിരീക്ഷിക്കണു? ഞാൻ. നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ എന്ത് വേണം? ബോധം വേണം. അപ്പം നിങ്ങൾ ബോധത്തെയാണോ നിരീക്ഷിച്ചത്? നിങ്ങൾ വേറെ എന്തോ ആണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ചിന്തകളും ചലനങ്ങളും നമുക്കറിയാൻ സാധിക്കുന്നതിന് കാരണം ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമായ ഒരു ബോധത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഈ ശൂന്യത എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് ബോധം തന്നെയാണ്. ഭാരതീയര് ഈ ശൂന്യതയെ വിളിച്ചത് അനന്തത എന്നാണ്, ഇൻഫിനിറ്റി എന്നാണ്, പൂർണ്ണത എന്നാണ്. പൂർണ്ണത, അനന്തത, സച്ചിത് ആനന്ദം. ആനന്ദം എന്ന വാക്കിന് ശരിക്കർത്ഥം
അനന്തത എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോഡേൺ സയൻസ് എന്ന് ശൂന്യത എന്ന വാക്ക് പറയുമ്പോൾ ഈ വാക്ക് ഭാരതീയർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ 2 ശബ്ദം കൂടി അതിന് മുന്നിൽ ആഡ് ചെയ്തു: സത്ത്, ചിത്ത്, ആനന്ദം. എന്താണ് ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറഞ്ഞാൽ? സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതാണ്. കാരണം അതാണ് ഈ ശാസ്ത്രവും ആധ്യാത്മികതയും ഇനി അടുത്ത് വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, അപ്പോഴേ മനസ്സിലാവും. ഇപ്പം ഈ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പറയുന്ന ഊർജ തരംഗങ്ങൾ, ഇത് പല ഇലക്ട്രോണുകൾ പങ്കുവെച്ച് ഹൈഡ്രജൻ ആവുന്നു, ഓക്സിജൻ ആവുന്നു. ഹൈഡ്രജൻ കത്തി ഹീലിയമായി, അത് സൂര്യനൊക്കെ പോലുള്ള പ്രകാശമായി, ഹീറ്റ്, അന്തരീക്ഷത്തിൽ ഹീറ്റ് രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനൊക്കെ ചേർന്ന് വെള്ളമാവുന്നു. ഇതിൻ്റെ എല്ലാം സമ്പർക്കം കൊണ്ട് അതിലുള്ള കെമിക്കൽസ്, രാസവസ്തുക്കൾ, അത് സ്ഥൂലീകൃതമായി ഖരമായി ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളാവുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമി മുഴുവൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടതെങ്കിൽ ഇത് എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൂക്ഷ്മാവസ്ഥയായ ഊർജ്ജ തരംഗത്തിലും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ശൂന്യതയിലാണെന്ന് അവരെത്തി നിൽക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു. അപ്പോൾ ശൂന്യതയിൽ നിന്നാണ് ഈ തരംഗങ്ങളൊക്കെ ഉണ്ടായി ഇതൊക്കെ വികസിച്ച് ഈ രൂപങ്ങളൊക്കെ ആയിട്ട് പടർന്നു വരുന്നതെങ്കിൽ, ഒരു ശൂന്യത എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് 2 അർത്ഥം എടുക്കാം. ഒരു നെഗറ്റീവ് അർത്ഥം എടുക്കാം, ഇല്ലായ്മ. അവിടെ ശൂന്യാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള ഊർജ തരംഗങ്ങൾ വരുമോ? മനസ്സിലായില്ല. ഇല്ലാത്ത ഒരു ശൂന്യതയിൽ നിന്ന് ഊർജതരങ്ങൾ, അതായത് എന്തെങ്കിലും അവിടെ നിന്ന് ഉള്ളതിൽ നിന്നല്ലേ എന്തെങ്കിലും ഒന്ന്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് സ്വർണം എന്നൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ ആഭരണത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. മണ്ണെന്നൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ മണ്ണുകൊണ്ടൊരു കുടമോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം, അല്ലേ? ഒരു കാരണമില്ലാതെ ഒരിക്കലും കാര്യമുണ്ടാവില്ലേ? പണ്ടുള്ളവർ പറയുന്ന പോലെ പുകയുണ്ടോ അവിടെ തീയുണ്ട് എന്നർത്ഥം. അപ്പൊ തീയിൽ നിന്നേ പുകയുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഈ ശൂന്യത എന്ന് പറയുന്നത് ശൂന്യതയല്ല, അവിടെ ഉള്ളതാണ്. ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. എന്തും ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തെങ്കിലും അടിസ്ഥാനമായി ഉണ്ടാകണം. അതുകൊണ്ട് ഋഷി പറഞ്ഞു സത്ത്, അത് ഉള്ളതാണ്. എന്താണ്? ഉള്ളതാണ്. 2ാമത്തെ ശബ്ദത്തിൽ പറഞ്ഞു അതെന്താ ഉള്ളത്? പറഞ്ഞു ആ ഉള്ളത് ചിത്താണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധമാണ്. അപ്പൊ എന്താ ഈ ബോധം എന്ന് പറയാൻ കാരണം ഇതൊക്കെ അറിയാൻ, ഈ ചലനത്തെക്കുറിച്ചൊക്കെ അറിയാൻ ബോധമുണ്ടെങ്കിലേ പറ്റൂ. ബോധമില്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അത് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ, നിരീക്ഷിക്കണമെങ്കിൽ, കാണണമെങ്കിലൊക്കെ ബോധം വേണം. അപ്പൊ ഉള്ളത് എന്താണ്? ബോധമാണ്. ഈ ബോധം അനന്തമാണ്.